Hello, welcome back to my channel. So, our first conversation podcast episode, first episode we already uploaded. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് ഇപ്പോൾ പറയാനുള്ളത്. സോ നമ്മൾ ക്യാൻസർ വന്ന കഥയും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എല്ലാം കഴിഞ്ഞ കഥയും അതെല്ലാം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ പഴയ അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിച്ചു പോവുമായിരുന്നു. അപ്പം നമുക്കിങ്ങനെ ഓരോ ഫോളോ അപ്പ് വരും. അതായത് ക്യാൻസർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അസുഖം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരിങ്ങനെ ഫോളോ അപ്പിന് വിളിക്കും, ജസ്റ്റ് ഇങ്ങനെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം 15 ദിവസം കഴിഞ്ഞിട്ട് അതിന് ഫോളോ അപ്പ്, പിന്നെ അതൊരു മാസം കഴിഞ്ഞിട്ട്, പിന്നെ 2 മാസം കഴിഞ്ഞിട്ട് അങ്ങനെ ഫോളോ അപ്പിന് സമയം നീണ്ടുവരും. അങ്ങനെ നമുക്കൊരു 6 മാസം ഫോളോ അപ്പിന് ടൈം കൊടുത്തു. എന്നിട്ട് അങ്ങനെ 6 മാസം തന്നപ്പോൾ എനിക്കൊരു 2-3 മാസമായപ്പോൾ എനിക്കൊരു പേടി, ഒരു വെറുതെ ഞാൻ അങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ വെറുതെ ഹാപ്പിയായി, ഞാൻ ഫുള്ള് ഹാപ്പിയായി, പഴയ സജനായി, പഴയ ഒരു പേടിയില്ല. എല്ലാ കാര്യങ്ങളും ചെടി കുഴിച്ചിടുന്നത്, എനിക്ക് തൈകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, തൈകളൊക്കെ കുഴിച്ചിടുന്നത്, ചെടി കുഴിച്ചിടുന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഒരു പഴയ നോർമലിലേക്കായി. എന്നാലും ചിലരൊക്കെ എന്നോട് ഇങ്ങനെ ഓരോരുത്തർ സജന ശ്രദ്ധിക്കിട്ടാ, ഞാൻ അങ്ങനെ ആക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഉള്ളിലൊരു ദേഷ്യം, എനിക്കൊരു അസുഖമില്ല, എന്തിനാ ഇവരിങ്ങനെയൊക്കെ ഓവറാക്കുന്നതെന്ന് തോന്നും. പക്ഷെ ഓർക്ക് അറിയാവുന്നത് കൊണ്ടൊക്കെ അങ്ങനൊന്നും പിന്നെ കഴിഞ്ഞ് നല്ല നോർമലി അങ്ങനെ അതാകുന്ന 3 മാസമായിട്ട് എനിക്ക് ഇങ്ങനെ തോന്നി എൻ്റെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, തലശ്ശേരി പോകണ്ട, 6 മാസം ഒന്നും ഉണ്ടായിട്ടില്ല. വെറുതെ ഒരു സേഫ്റ്റിക്ക് ഞാൻ 3 മാസമായിട്ട് പേടി മനസ്സിൽ പഠിച്ചാൽ എന്തോ തോന്നിപ്പിച്ചതായിരിക്കും. അങ്ങനെ ഞാൻ മിംസിൽ പോയി, മിംസിലല്ല എൻ്റെ എല്ലാ ഇതും ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അവിടെ പോയി മിംസിൽ കോട്ടക്കൽ മിംസിൽ പോയി അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പം ശരീരത്തിൽ വീണ്ടും അസുഖം വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ 8 മാസമായിട്ടുണ്ട് കേട്ടോ, കീമോ ചെയ്ത് കഴിഞ്ഞ് 8 മാസമായിട്ടുണ്ട്. അപ്പോൾ അവർ 8 മാസമായ സമയത്താണ്. പക്ഷെ ആദ്യം തന്നെ ഇവർ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് 10 മാസം വരെ ഈ അസുഖം ഈ കീമോ ചെയ്ത് നിൽക്കുള്ളൂ, എന്തായാലും BMT ചെയ്യേണ്ടി വരും, വെക്കേണ്ടി വരും എന്നുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മളങ്ങനെ പഠിച്ചവനോട് പ്രാർത്ഥിക്കുക, പഠിച്ചോ രക്ഷപ്പെടുത്തു, അല്ല പഠിച്ചവൻ അൽഹംദുലില്ലാ അള്ളാഹ് തന്നെയാണ് നമ്മളെപ്പോഴും രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും ഡോക്ടർ നമുക്കൊരു ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു, അതിന്റെ ആവശ്യമില്ലാതെ തന്നെ മാജിക് അവിടെ ചെയ്യുന്നുണ്ട്. ഓഫ്കോഴ്സ് നമ്മുടെ ട്രീറ്റ്മെന്റിൽ മാജിക് തന്നെയാണ് ഒരുപാട് മാജിക് വന്നിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് പിന്നെ അങ്ങനെ ഞാൻ മിംസിൽ പോയി. അപ്പോൾ ഞാൻ ഈ 30% വീണ്ടും അസുഖം വന്നിട്ടുണ്ട് എൻ്റെ ശരീരത്തിൽ. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞ് ഇതിൽ 30% വീണ്ടും അസുഖം കാണുന്നുണ്ട്, വേഗം നിങ്ങൾ തലശ്ശേരിയിലേക്ക് തന്നെ പോയിക്കോളൂ. ആ നിമിഷം അത് ഫസ്റ്റ് അസുഖം വന്ന മാതിരിയല്ല, അതിലേറെ ഒരു ഷോക്ക്, വല്ലാത്തൊരു ഷോക്കായിപ്പോയി. ഞാൻ അതുകൊണ്ട് ആകെ തളർന്നു, ഫസ്റ്റ് അസുഖം വന്നതിനേക്കാളും അങ്ങോട്ട് തളർന്നു, ആകെ എന്താ ചെയ്യണ്ടേന്നുള്ള അറിയാണ്ട്. അങ്ങനെ എനിക്ക് അപ്പോൾ തന്നെ എനിക്ക് പിന്നെ ഇതിങ്ങോട്ട് കുരുക്കൾ എന്ന് പറഞ്ഞ ഡോക്ടർ കോട്ടക്കലുള്ള ഇത് ആ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയില്ല, ഡോക്ടർ നല്ല ഡോക്ടർ, എനിക്ക് ആ ഡോക്ടറെ കാണാനായിട്ട് ഞാൻ തോന്നി. ഡോക്ടർ വാക്ക് എനിക്ക് എന്തെങ്കിലും എനിക്കൊരു ഇതാവും, എനിക്ക് ആ ഡോക്ടർ ഒന്ന് കാണണം തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ മോനോട് ഞാൻ പറഞ്ഞു നമുക്ക് ആ ഡോക്ടർ ഒന്ന് പോയി കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ ഡോക്ടറോട് ഒന്ന് എനിക്ക് വീണ്ടും അസുഖം വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഡോക്ടർ അറിയുന്നുണ്ട് പിന്നെ കാര്യങ്ങളൊക്കെ, പിന്നെ ഇങ്ങനെ ഇതായതും എന്നാൽ പോയതും. അപ്പം എന്നോട് ഞാൻ അതിൻ്റെ അവിടെ ഇടയ്ക്ക് പോകുമ്പോൾ ഞാനൊരു തവണ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അതിനായിട്ട് ഞാൻ പോയി. ഇപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു നിങ്ങളെ കാണണമെന്ന്, നിങ്ങളെ നമ്പറും എൻ്റെ കയ്യിലില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ ആലോചിക്കലുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് നിങ്ങളെ ഓർമ്മ വരലുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ. അപ്പോൾ ഞാൻ അങ്ങനെ ആ റൂമിലേക്ക് വീണ്ടും ഞാൻ ഈ അസുഖം വന്നപ്പോൾ ഞാൻ ഒന്നും കൂടി പോയി. അപ്പോൾ ഡോക്ടർ ഒരു നിമിഷം എന്നെ ഇങ്ങനെ നോക്കി, അസുഖം വീണ്ടും വന്നതെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടറിന് തന്നെ വല്ലാത്തൊരവസ്ഥ. അവൻ എന്നോട് പറഞ്ഞ സാരമില്ല സജന, കുഴപ്പമൊന്നുമില്ല, അത് അല്ലല്ല വേറെ നോർമൽ ജനറൽ ഡോക്ടറാണ്. പക്ഷെ എന്നെ ഫസ്റ്റ് നോക്കിയ ജനറൽ ഡോക്ടറാണ്. ഇപ്പം എനിക്ക് കാലിന് മുറിയായിട്ടല്ലേ, പിന്നെയാണ് എന്നെ വേറെ ഇതിൻ്റെ ഡോക്ടർ നോക്കുന്നത്. പക്ഷെ എനിക്ക് ആ ഫസ്റ്റ് എന്നോട് ആ പറഞ്ഞ ഒരു വാക്കുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ആ ഡോക്ടറോട് ഒരു ഇഷ്ടമാണ്. എന്നോട് പറഞ്ഞില്ലേ സജന രക്ഷപ്പെടും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എന്നാൽ ആ ഒരു വാക്ക് എനിക്ക് തന്നതും ആ ഒരു വാക്കുമ്പോഴാണ് ഞാൻ അവിടെ വരെ പിടിച്ചു നിന്നതും. എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല എന്നുള്ള ആ ഒരു വാക്കുമ്പോഴാണ് ഞാൻ പിടിച്ചു നിൽക്കുന്നത്.
അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതേമാതിരി കീമോ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് കീമോൻ്റെ ഒക്കെ സമയമായപ്പോൾ എൻ്റെ റൂമിലേക്ക് ഓനെ പുറത്ത് നിന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇതാ പിന്നെ മജ മാറ്റണം എന്നൊക്കെയാണ് പറയുന്നത് ഡോക്ടർ. ഒന്നും പേടിക്കാനില്ല കേട്ടോ. ഞാൻ ഇന്നലെ ട്രെയിനിൽ വരുമ്പോൾ ഞാൻ ട്രെയിനിൽ നിന്ന് ഒരാളെ കണ്ട് ആ ആൾക്ക് ഇതേമാതിരി മജ മാറ്റിച്ച് ഒരു കുഴപ്പമില്ല, ആൾ നല്ല നോർമലാണ് പിന്നെ എന്നൊക്കെ ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സൂചനയും തരുന്നുണ്ട് ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ വന്നത് ശരിയാണ്, അതേപോലെ എനിക്കും ആവണം, ട്രെയിനിൽ നിന്നിട്ട് എനിക്ക് യാത്ര ചെയ്യാൻ കഴിയണം. അന്നൊക്കെ നമ്മൾ ഫുള്ള് കാറിൽ തന്നെ പോകണം വരുന്നതൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും വേണം എൻ്റെ രോഗമൊക്കെ മാറിയിട്ട് എനിക്ക് ഫോളോ അപ്പിന് ട്രെയിനിൽ വരും പോവുകയൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു. അപ്പോൾ ഒരു മനസ്സിൽ അങ്ങനെ ഇതായി. അങ്ങനെ ഞാൻ പോയി പറഞ്ഞുകൊണ്ടെന്ന് ആ ഡോക്ടർ നിന്നിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി ഡോക്ടറിനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡോക്ടറിന് കൂടുതലൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം ഡോക്ടറിന് മനസ്സിലായി എന്ത് രോഗം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എന്ത് പറഞ്ഞാൽ സമാധാനിപ്പിക്കാമെന്നൊന്നും ഡോക്ടറിനും ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു തളർന്ന ആവശ്യമായി ഞാൻ വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയപ്പോൾ പിന്നെ അവളോട് പറഞ്ഞു, വീട്ടിലെത്തുമ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ച് നമ്മളാരും ഇന്നതല്ല ആരെ സംബന്ധിച്ച് നമ്മളൊരു എക്സ്പെക്ട് ചെയ്യുന്നത്. ഉമ്മയും അനിയനും കൂടിയാണ് പോയത്. അപ്പോൾ ഇവർ വന്ന സമയത്ത് എൻ്റെ മുഖമൊക്കെ ആകെ ചുവപ്പ് കളറായി ഇങ്ങോട്ട് വിളർത്ത് ഇങ്ങനെ വരിക. ആ സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ സംഭവം എന്ന് ചോദിച്ചു. അമ്മ എനിക്കിങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് കാണിച്ചു തന്നിട്ട് പറഞ്ഞു എനിക്ക് അസുഖം പിന്നെയും വന്നു എന്ന് പറഞ്ഞിട്ട് അതാ ഈ ഹാളിൽ ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ഒരു ഇരുത്തിരുന്നു, അല്ല ആ ടേബിളിൻ്റെ അവിടെ അല്ലേ ഒരു ഇരുത്തം നിലത്തിരുന്നു. കാരണം അതുവരെ ആ കീമോൻ്റെ സമയത്ത് ആ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഉമ്മാനെ അല്ലെങ്കിൽ ആദ്യത്തെ അസുഖം വന്നപ്പോൾ കണ്ട ഉമ്മാനെ അല്ല ഞാനപ്പോൾ കണ്ടത്. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെയാണ്. കാരണം നമുക്ക് ഒരു പ്രതീക്ഷ ഇത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടല്ലോ ഒരവസ്ഥ, അങ്ങനത്തെ ഒരാളെയാണ് ഞാനപ്പോൾ കണ്ടത്. അപ്പോൾ അമ്മയോട് പറഞ്ഞു ലൈക്ക് ഞങ്ങൾ രണ്ടുപേരും ആദ്യം കുറച്ച് സമയം ആർത്ത് കരഞ്ഞ് ഈ വാതിലടച്ച് ഈ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കര ആർത്ത് കരച്ചിലിരുന്നു. പിന്നെ ഞാൻ തന്നെ ഉമ്മാനോട് പറഞ്ഞു ലൈക്ക് ഫസ്റ്റത്തെ പ്രാവശ്യം ഉമ്മാൻ്റെ ആ ഒരു മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഉമ്മ ആ ഒരു ലെവലിലെത്തിയത്. അതേ ശക്തി രണ്ടാമത്തെ പ്രാവശ്യം അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഉമ്മക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നൊരു വിഷമം കൊണ്ട് കരയാന്നുള്ളതല്ലാതെ പഴയതിൽ അത്രയും മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിലും ഇമ്മ രണ്ടാമത്തിൽ കമ്പാരിറ്റീവ്ലി കുറച്ചൊരു ഡള്ളേനും ആള്. എന്നിട്ട് രണ്ടാമത് രണ്ടും കൽപ്പിച്ച് ട്രീറ്റ്മെൻറ്റിന് പിന്നെ പോയി. പോണ സമയത്തൊക്കെ ഞാനും ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ കുഴിച്ചിട്ടപ്പോൾ ഞാൻ എല്ലാവരോടും യാത്ര വന്നു. അതായത് എല്ലാവരും എന്ന് പറഞ്ഞാൽ എൻ്റെ തൈകൾ ചെടികൾ അവരോടൊക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു നിങ്ങൾക്കൊക്കെ വീണ്ടും വന്നിട്ട് എനിക്ക് വെള്ളം പാർന്നു തരാനും നിങ്ങളെ നോക്കാനൊക്കെ എനിക്ക് ആയുസ്സുണ്ടാവും, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം. സത്യം പറയാൻ എനിക്കൊരു വിശ്വാസം അതിൽ. പിന്നെ മരങ്ങളും ഒക്കെ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ഞാൻ നേരം പരിപാലിക്കുന്നതല്ല. അപ്പോൾ ഓരോക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ഒരു മനസ്സിൽ ഞാൻ ഓരോ ചെടികളോടും തൈകളോടൊക്കെ ഞാൻ പറഞ്ഞു ഞാനിത് അങ്ങനെ അസുഖത്തിന് വീണ്ടും അസുഖം വന്ന് ഞാൻ അങ്ങനെ പോവാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹിനോട് നിങ്ങളൊക്കെ പ്രാർത്ഥിച്ച് എൻ്റെ അള്ള വേഗം പ്രാർത്ഥന സ്വീകരിക്കും. അപ്പം എനിക്ക് വീണ്ടും വരണം, നിങ്ങളെ നോക്കാൻ ഇന്നെ പോലെ വെറുതെ പറയാൻ പറഞ്ഞു. ഇതിൻ്റെ അത്ര ചിലപ്പോൾ വേറെ ആരും നിങ്ങളെ നോക്കിയിട്ടുണ്ടാവില്ല. ഞാൻ തന്നെ വന്നിട്ട് നിങ്ങൾക്ക് വെള്ളം നല്ലോണം ചെടിയും വളമൊക്കെ ഇട്ടുതരണം, ഞാൻ തന്നെ വരണ്ടേ. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ മരത്തിനോടും പിന്നെ എല്ലാ സംഗതിയോടും യാത്ര പറഞ്ഞ് എല്ലാവരോടും പറഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ എന്നോടും വീടിനോടും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് പോണത്. പിന്നെ രണ്ടാമത് പിന്നെ പോയി അസുഖം മജ മാറ്റുക. അതിൽ പിന്നെ ഡോക്ടർ ചെന്നപ്പം തന്നെ പറഞ്ഞു ഇങ്ങനെ അസുഖമാണ്, ഇനിയിപ്പോൾ ഒന്നും ചിന്തിക്കാനില്ല, പെട്ടെന്ന് മജ മാറ്റണം, മജ മാറ്റുക, പിന്നെ BMT ചെയ്യണം എന്നുള്ള ഒരു ഇതായി. പിന്നെ നമ്മളെ മനസ്സും ആ ഒരു അതിന്റെ മുന്നേ നമ്മളിങ്ങനെ ഒരു ചാഞ്ചാട്ടത്തിൽ നമുക്കറിയില്ല. കാരണം മജ്ജ മാറ്റി വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അത്രയും സീരിയസ് ആണെന്നുള്ളത് നമുക്ക് അറിയാം, നമ്മളതിനെ പറ്റി കേട്ടിട്ടുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ചിലപ്പം ആള് സക്സസ് ആവും ആ മജ്ജ മാറ്റി വെക്കൽ ശസ്ത്രക്രിയയില്. അല്ലെങ്കിൽ അപ്പം മജ്ജ മാറ്റി വെക്കല് നമ്മള് അങ്ങോട്ട് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് ഓക്കെ നമുക്ക് മജ്ജ മാറ്റി വെക്കാം ആ രീതിയിലൊന്നും പോയിട്ടില്ല. ഈവൻ നമുക്ക് നല്ല എക്സ്പെൻസീവ് ആണ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഉമ്മക്ക് മെയിൻ റീസൺ അറിയാം ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ ചിലപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അത്രയും പൈസ എല്ലാം മുടക്കിയിട്ട് ഏകദേശം നമുക്ക് 35 ലക്ഷത്തിന് അടുത്തായിരിക്കാം മജ്ജ മാറ്റിയൊക്കെ. അപ്പം അത്രയും പൈസ മുടക്കിയിട്ട് എനിക്ക് ഈ ട്രീറ്റ്മെന്റ് ചെയ്ത് ചിലപ്പോൾ ഞാൻ ഉണ്ടായില്ലെങ്കിലോ ആ രീതിയിലൊക്കെയാണ് ഉമ്മാനെ പൈസ ഇങ്ങനെ ഉണ്ടാക്കും. അതൊക്കെ വലിയൊരു എമൗണ്ട് ആണ്. എന്താ ചെയ്യാ ഒക്കെ ഇങ്ങനെ ഇതാക്കണ്ടേ.
എന്താ ചെയ്യുക, നമുക്ക് സ്ഥലങ്ങളും ഇതൊക്കെ ഉണ്ട് വിൽക്കാനൊക്കെ. പക്ഷെ അവർക്ക് പെട്ടെന്ന് സ്ഥലം വിറ്റ് കച്ചവടമായി കിട്ടുമോ, എന്താ ചെയ്യുക? ഞാനിങ്ങനെ വിചാരിക്കും പക്ഷേ എന്താ ഇനിയിപ്പോൾ ചെയ്യുക. അങ്ങനെയൊക്കെ അതിനെ കുറിച്ച് എനിക്ക് എൻ്റെ രോഗത്തിനേക്കാളും ഞാൻ ചിന്തിക്കുന്നത് അത്ര വലിയൊരു എമൗണ്ട് എങ്ങനെ ഉണ്ടാക്കും. അപ്പം നമ്മൾ മജ്ജകാലത്തിൽ ഇങ്ങനെ ഒരു KKPP ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം നമുക്ക് എനിക്ക് പേഴ്സണലി എൻ്റെ അമ്മോനെ നമുക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മജ്ജ മാറ്റി വെക്കണം. അതിൻ്റെ കാരണം ഡോക്ടർ അത്രയും സീരിയസ് ആയിട്ട് പറഞ്ഞു, മജ്ജ മാറ്റി വെച്ചില്ല അവിടെ വേറെ സ്കോപ്പ് ഇല്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ മജ്ജ മാറ്റി വെച്ചിട്ട് ഇപ്പം നമുക്കുള്ള മനങ്ങൾ നഷ്ടപ്പെടും. കാരണം അത്രയും അതിന് റിയാക്ഷൻസും സൈഡ് എഫക്ട്സും എല്ലാം ഉണ്ടാവും. അത് നമ്മൾ വേറൊരു മജ്ജ വെക്കുന്ന സമയത്ത് ബോഡി അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബോഡി റിജക്റ്റ് ചെയ്യുന്നത് നമുക്ക് ആളെ കിട്ടൂല പിന്നെ. അപ്പോൾ ആ ഒരു പേടി നമ്മൾ ഭയങ്കര കൂടുതലായിട്ട് നമുക്ക് ശരിയായി കിട്ടാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളതും പോയി പോകുമെന്നുള്ള ഒരു പേടി നമുക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഡോക്ടറെ അടുത്ത് കയറിയെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചു ഡോക്ടറെ അടുത്ത് വേറെ ഓപ്ഷൻ ഉണ്ടോ, ലൈക്ക് ഇത് മജ്ജ മാറ്റി വെക്കാൻ അല്ലാത്ത ഓപ്ഷൻ ഉണ്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് പാലിയേറ്റീവിൽ കാണിക്കാറ്. അപ്പം ഞാൻ വിചാരിച്ചു ഓ സുഖമായില്ലേ, നമ്മളെടുത്ത് തന്നെ പാലിയേറ്റീവ് ഉണ്ടല്ലോ, ഇന്നും പാലിയേറ്റീവ് കാണിച്ചാൽ മതിയല്ലോ വെച്ചു. അപ്പം നമ്മൾ പാലിയേറ്റീവിൽ കാണിച്ചാൽ മതി, അത്രയ്ക്ക് അങ്ങനെ ചെയ്താൽ മതിയാവോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ പാലിയേറ്റീവിൽ കാണിച്ചാൽ മതി, ഏകദേശം 1 വർഷത്തിൻ്റെ അടുത്ത് സജനക്ക് അപ്പം നിൽക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ പാലിയേറ്റീവ് ഇങ്ങനെ ഒരു ഫോളോ അപ്പ് പോലെ ഇങ്ങനെ പോവാം, എന്തെങ്കിലും വേദന വരുത്തുന്ന ഒരു ചെറിയ എന്തെങ്കിലും മെഡിസിൻസ് വരും, അങ്ങനെ പോവാം, മെഡിക്കൽ വരെ അങ്ങനെ പോവാന്നുള്ള രീതിയിൽ. പിന്നെ മജ്ജ മാറ്റി വെക്കാന്ന് നമ്മളൊക്കെ സംബന്ധിച്ച് ഇമ്മാനെ പിന്നെ കൺവീൻസ് ചെയ്യാന്നുള്ളതിന് നമ്മൾ ആവശ്യമില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞതിന് മെയിനായിട്ട് ഒന്ന് പണം, രണ്ടാമത് വേണ്ടത് പേഷ്യൻറ്റിൻ്റെ ധൈര്യം. പേഷ്യൻറ്റിന് നല്ല ധൈര്യം വേണം. പിന്നെ ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ പിന്നെ എന്നോട് ഇതേമാതിരി എൻ്റെ നാത്തൂൻ്റെ ആങ്ങളെ പറഞ്ഞു, താത്ത നിങ്ങൾ ധൈര്യമായി നിന്നാൽ മതി, പൈസൻ്റെ ഒക്കെ ഒന്നും ചിന്തിക്കണ്ട. അതൊക്കെ നമുക്ക് അതേപോലെ ചില ആൾക്കാരെ പറയണത് ഒരു മിനിറ്റ്, അതായത് ഇപ്പം നമ്മൾ ഉമ്മാക്കി ഒരു അസുഖം വന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് എത്രത്തോളം ലൈക്ക് ചില നമുക്ക് എല്ലാവർക്കും സിബ്ലിങ്സ് എല്ലാവരും ഉണ്ട്. പക്ഷെ ചില സിബ്ലിങ്സ് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഗിഫ്റ്റ് ആണെന്നുള്ളത്. കാരണം നമ്മളെ സിബ്ലിങ്സ് ആണെങ്കിലും നമ്മളെ പാരൻസ് ആണെങ്കിലും ഒക്കെ നമ്മളെ നോക്കുന്ന ആൾക്കാർ. പക്ഷെ എല്ലാവരും അങ്ങനെ നല്ല രീതിയിൽ ആയിക്കോണമെന്നില്ല. ഇപ്പോൾ ഉമ്മാക്കൊരു അസുഖം വന്ന സമയത്ത് ഉമ്മാൻ്റെ ബ്രദർ സ്വന്തം ഒന്നിനെ കുറിച്ച്, ഫാമിലിനെ കുറിച്ചാവട്ടെ അല്ലെങ്കിൽ സ്വന്തം ജോബിനെ കുറിച്ച് ഒന്നും ആലോചിക്കാൻ കംപ്ലീറ്റ്. കാരണം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ അനിയന്മാർ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങളെല്ലാവരും ഉമ്മാനെ കൂടെ ഉണ്ടായിരുന്നു കൂടുതൽ സമയത്ത്. ഓരോ ഉണ്ടായിരുന്നത് കംപ്ലീറ്റ് ഞാൻ കാക്ക എന്നാണ് എൻ്റെ അമ്മനെ വിളിക്കുന്നത്, ഉമ്മാൻ്റെ ബ്രദറിനെ. കംപ്ലീറ്റ് ടൈം കാക്കയാണെങ്കിലും ഉമ്മയാണെങ്കിലും വലിപ്പിച്ചുണ്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി ആണ് എന്ന് കരുതിയിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചെയ്യാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്. അതേപോലെ തന്നെ മാമിൻ്റെ, അതായത് ലൈക്ക് കാക്കൻ്റെ അളിയനും ഉമ്മൻ്റെ നാത്തൂൻ്റെ ബ്രദർ, അവരൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം നമുക്ക് നാട്ടിലാരും ഉണ്ടായിരുന്നില്ല ആ സമയത്തൊക്കെ. കംപ്ലീറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോകാനും വരാനും ഒക്കെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ അവരുണ്ടായിരുന്നത്. കാരണം നമ്മൾ നാശി ചെറുതാണ്, ലൈസൻസ് പോലും നമുക്ക് അന്ന് ആയിട്ടില്ല, നമുക്കാണെങ്കിലും ഒന്നും ഡ്രൈവിംഗ് അറിയില്ല. ആ സമയത്ത് നമുക്ക് ശരിക്കും ആൾക്കാരെ ആവശ്യമായിരുന്നു അങ്ങനത്തെ അസുഖം വന്നത്. ഈ കീമോ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ ഇതേമാതിരി ഇവൻ ഇന്നെ കെയർ ചെയ്യുന്ന എൻ്റെ അനിയൻ കെയർ ചെയ്യുന്നതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഒരു ദിവസം റോഷൻ ഡോക്ടർ എന്ന് പറഞ്ഞ ഡോക്ടർ എനിക്കെന്തോ ടെസ്റ്റ് ഞാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സിസ്റ്ററോട് ഈ സജനൻ്റെ ജീവിതം ഒരു വല്ലാത്ത ജീവിതം, ചെറുപ്പത്തിലെ ഹസ്ബൻഡ് മരിച്ചു, പിന്നെ ഇപ്പം ദൈവം അവർക്ക് കൊടുത്തതായിരിക്കും അങ്ങനെ ഒരു ആങ്ങളിനെ. എന്തൊരു ബ്രദർ, എന്താണ് ആ ബ്രദർ. സിസ്റ്റർമാരെല്ലാവരും പറയും സജനക്ക് ഭർത്താവില്ലാത്തതിന് ദൈവം തന്നതായിരിക്കും ഇങ്ങനത്തെ ഒരു പഠിച്ചനുള്ള വയസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ എന്ന്. ഇങ്ങനത്തെ ഒരു അനിയനെ പിന്നെ എന്തൊരു കെയറിങ് ആണ്, എന്തൊരു കെയറായിട്ടാണ് ആ അനിയനെ സജന നോക്കുന്നത്. സത്യം സങ്കടമില്ല. പിന്നെ എത്ര ഒരു ഇതിലാണ് ഇന്ന് സിസ്റ്റർമാരൊക്കെ പറയും ഭർത്താവില്ലാത്തതുകൊണ്ട് അല്ലെങ്കിലും ഇങ്ങനൊന്നും അനിയന്മാരെ ആങ്ങളാരൊന്നും ആരും നോക്കൂല. കണ്ണിട്ടൊന്നും പേടിയുന്നു. അത്രയ്ക്ക് എനിക്ക് എൻ്റെ ആങ്ങൾക്ക് എന്തേ പറ്റിപ്പോകുമെന്ന് നമുക്ക് തോന്നിയപ്പോൾ അത്ര അവരിങ്ങനെ പറയും. ഇത്ര ഒരു നല്ലൊരു അനിയനെ കിട്ടുക അതന്നെ സജനൻ്റെ ഭാഗ്യമാണ്. അങ്ങനെ നോക്കാനുള്ളൊരു സത്യമാണ്. പിന്നെ അത്ര എൻ്റെ ഫാമിലി എല്ലാവരും അങ്ങനെ തന്നെ, എല്ലാവരും വളരെ. ആക്ച്വലി കാക്ക ലീവ് എടുത്തിട്ട് മന കാണിക്കാനായിട്ട് വന്നതായിരുന്നു. മാച്ച് നോക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അങ്ങനെ മാച്ച് നോക്കിയപ്പം അനിയത്തിയോടും ആമളുടെ ഒന്നും മാച്ച് പകുതിയുള്ളൂ, മാച്ച് 5% ഉള്ളൂ. അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഫാമിലീൻ്റെ മാച്ച് ആവുകയാണെങ്കിൽ കുറച്ച് പൈസ ആവുള്ളൂ, പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ കുറച്ച് തോനെ പൈസ ആവും. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എത്രയായാലും വെറുതെ 5 മാച്ച് വരുന്നുള്ളത്.
അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് തന്നെ എടുക്കേണ്ടി വരുമെന്ന് തീരുമാനമായി. അങ്ങനെ പുറത്ത് ഇതായി. എന്താ തുർക്കിയിൽ ഒരാളെ കിട്ടി. തുർക്കി ആദ്യം തുർക്കിയിൽ ഒരാളെ കിട്ടി. 50 സംതിങ് ലക്ഷം രൂപ ആവും. അപ്പം അങ്ങനെ ചെയ്യാം. ഫുൾ മാച്ചിൽ 50 ലക്ഷം റുപ്യ ആവും എന്ന് പറഞ്ഞാൽ. പിന്നെ മറ്റേത് സ്ഥലം ചെന്നൈയിലുള്ള ആളത് നോക്കി. അപ്പോൾ അത് 9 ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അതിന് അത്ര തന്നെ പൈസ ആവില്ല എന്ന് പറഞ്ഞു. 9% ഡോക്ടറിനെ ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചെറിയ എന്താ രേഷ ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ എന്തെങ്കിലും അവയവത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ പറഞ്ഞില്ല. അതിനിപ്പോൾ ഫുൾ മാച്ച് ആണെങ്കിലും ആസ് എ സൈഡ് എഫക്ട് ചില അവയവങ്ങൾക്കൊക്കെ സംഭവിക്കാം എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ പൈസ ആണല്ലോ എനിക്ക് വലിയ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 9 വെച്ച് ചെയ്താൽ മതി, എനിക്കൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. 10 മാച്ച് ചെയ്യുന്നു വേണ്ട, 50 ലക്ഷമൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ അതാണ് ചെയ്താകുമ്പോൾ 30 സംതിങ് അങ്ങനത്തെ ആ ഒരു ഇതിലൊക്കെ ആവുള്ളൂ എന്നൊക്കെയുള്ള ആ ഒരു ഇതും കേട്ട്. അപ്പം പകുതി അവിടെ പൈസ കുറയല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിൽ പിന്നെ ഞാനോട് പറഞ്ഞപ്പോൾ പിന്നെ ഏതായാലും പിന്നെ 9 വെച്ചിട്ട് ചെയ്യാമെന്നായി. 9 വെച്ച് ചെയ്യാമെന്നായി. അങ്ങനെ അത് ഉറപ്പിച്ചു. അങ്ങനെ എല്ലാം തീരുമാനം. കീമോ ചെയ്തു. ഫസ്റ്റ് ഒരു കീമോ ചെയ്യും. ആ കീമോ ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് വിട്ടിട്ട് പിന്നെ അവിടെ BMTൻ്റെ ഇത് റൂം ഒഴിവിനനുസരിച്ച്. അതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ടാമത് അസുഖം വന്നതിൽ ഒരു കീമോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു സൈക്കിൾ ചെയ്തിട്ടുണ്ട് BMT അല്ലാതെ. രണ്ടാമത് അസുഖം മിംസിൽ പോയി ചെക്ക് ചെയ്ത് വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു സൈക്കിൾ വീണ്ടും കീമോന്റെ സൈക്കിൾ ചെയ്തു. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നു. 6 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ BMTൻ്റെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ പിന്നെ ഡോക്ടർ അപ്പോൾ ഒരു സൈക്കിൾ ചെയ്യാണ്ട് ആ ഒരു BMT മാറ്റുന്ന സമയത്തൊരു സൈക്കിൾ ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വിടും. പിന്നെ അവിടെ റൂം ഒഴിവിനനുസരിച്ച് നമ്മളെ വിളിക്കില്ല. അങ്ങനെ വീട്ടിൽ വന്നു. അവിടെ റൂം ഒഴിയുന്നില്ല. കുറേ ദിവസം അങ്ങനെ നിന്ന്. അന്ന് ആ ഒരു കീമോൻ്റെ സമയം കഴിഞ്ഞിട്ട് എന്താണെന്ന് അവൻ വീണ്ടും എനിക്ക് അസുഖം വന്നു. മൂന്നാമത് അസുഖം വന്നു. അത് ഞാൻ അറിയുന്നില്ല. അങ്ങനെ ആരും അറിയുന്നില്ല. ഡോക്ടർ ആർക്കും മനസ്സിലാവുന്നില്ല. അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്നെ വിളിച്ചു. ഇങ്ങനെ BMT ചെയ്യാൻ പോവുകയാണ്, വരാൻ പറഞ്ഞു. പെട്ടെന്ന് രാത്രി തന്നെ അങ്ങോട്ട് കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അന്ന് പല സാധനങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ പറയും. അവർക്ക് സാധനങ്ങളും എല്ലാം റെഡിയാക്കി ഞാൻ ഫുൾ ഹാപ്പി. ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടല്ലേ. അപ്പോൾ അതിൽ ഞാൻ അങ്ങനെ സംഭവിക്കുമ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഉമ്മാന്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശം അതാ. എന്താണ് മോൻ സംഭവിക്കുന്നത് അതിലൊരു പോസിറ്റീവ് കണ്ടിട്ട് അതില് സന്തോഷം കണ്ടെത്താൻ നോക്കും ഞാൻ. അപ്പൊ ഞാൻ വിചാരിച്ചു BMTൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കും അതൊന്നും അറിയണമല്ലോ. അതിൻ്റെ ഉള്ളിൽ അതൊരു ക്യൂരിയോസിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ. ഏതായാലും അങ്ങനെ തോണി മറിഞ്ഞാൽ പുറം നല്ലതെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ അതിന്മേൽ ഞാൻ ഒരു സന്തോഷം കണ്ടെത്തിയിട്ട് ഞാൻ അങ്ങനെ BMT ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി എന്തില്ല അങ്ങനെ ചെയ്യാം. BMTൻ്റെ ഉള്ളിലുള്ള ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാൾക്കേ പോകാൻ പറ്റുള്ളൂ. ഞാൻ മാത്രം പേഷ്യന്റ് മാത്രം. കൂടെ ബൈസ്റ്റാൻഡേഴ്സും കാര്യവും ഒന്നും ഉണ്ടാവില്ല. ഫോൺ ഉണ്ടാവില്ല. കാരണം ഫോൺ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ അത് ആളുകൾ മിസ്യൂസ് ചെയ്തത് കാരണം അവിടുത്തെ വീഡിയോസ് എടുക്കുക അങ്ങനെ ചെയ്തത് കാരണം ഫോണും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഉള്ളിലൊരു TV ഉണ്ട്. ഒരു TV ഉണ്ട്. അത് കണ്ട് ജീവിതത്തിലുള്ള ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള വൾഗറായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്. എന്നാലും ഞാൻ അതിലും ഒരു സന്തോഷം കണ്ടെത്തി. ഞാൻ അവിടെ നിൽക്കും. സിസ്റ്റർമാരോടൊക്കെ നല്ല വർത്താനം പറഞ്ഞ് സമാധാനിച്ച്. എനിക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ യുദ്ധം ചെയ്യണമല്ലോ. ആ ഒരു ഇതിൽ എന്നോട് എല്ലാവരും പറയും ധൈര്യത്തിൽ നിൽക്കണം. എൻ്റെ ഏറ്റവും മെയിൻ ധൈര്യമാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നിസ്കരിക്കും, ഊതും, അങ്ങനത്തെ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ അതൊക്കെ ഇങ്ങനെ ചെയ്യും. അതിൻ്റെ ഇടയിൽ കീമോ അതിൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അസുഖം വന്നു. അത് 3ാമത്തെ പ്രാവശ്യത്തെ അസുഖം. 3ാമത്തെ പ്രാവശ്യം വീണ്ടും അസുഖം വന്നിട്ടുണ്ട് എന്നുള്ളത് BMTൻ്റെ ഉള്ളിലെത്തുമ്പോൾ അറിയുന്നത്. അപ്പോൾ അത് കീമോ ചെയ്തിട്ട് കളഞ്ഞതിന് ശേഷം വേണം പിന്നെ BMT ചെയ്യണമെങ്കിൽ. അതിൽ പെട്ടെന്ന് ആ കീമോ ചെയ്യാൻ നിന്ന് ഒക്കെ ശരീരം വളരെ ഇതാവുകയാണ്, വീക്കായി പോവുക. ഭയങ്കര ക്ഷീണം പിടിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഈ കീമോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലെല്ലാതും കഴിഞ്ഞ് ശക്തി ഇല്ലാണ്ടാവും. ഓരോ സൈഡ് എഫക്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് ഡോസ് കൂടി വരും. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ നമുക്ക് ആരോഗ്യം ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ കീമോ ചെയ്യുന്ന വാർഡിൽ അതേമാതിരി സിസ്റ്റർമാരൊക്കെ പറയും ഛർദിയൊക്കെ വരും കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരു ദിവസം സിസ്റ്ററോട് ചോദിച്ചു ഛർദിച്ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ
അവനെ കുഴപ്പമൊന്നുമില്ല, ഛർദ്ദിക്കൊന്നും വേണ്ട, അതല്ല ഞങ്ങൾ പറയാം ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഛർദ്ദിക്കില്ല എന്ന് പറഞ്ഞു. വെറുതെ പറയണേ, വെറുതെ വീമ്പെടുക്കാൻ കുറച്ച് ഉഷാറ്. അപ്പോൾ വീമ്പെടുത്ത് പറഞ്ഞത് ഞാൻ ഛർദ്ദിക്കില്ല. പക്ഷെ അൽഹംദുലില്ലാ ഞാൻ അങ്ങനെ ഛർദ്ദിക്കൊന്നും ചെയ്തില്ല. അവിടുന്ന് എൻ്റെ മനസ്സിൻ്റെ ഒരു ഇതും എന്താണെന്ന് എനിക്കറിയില്ല, ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും വന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് BMTൻ്റെ ഉള്ളിലും അപ്പോൾ എനിക്ക് ആ കീമോ വാർഡിൽ സിസ്റ്റർമാരിനോട് പറഞ്ഞിരുന്നു സജന അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കും എന്താണ് BMTൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഈ കീമോ വാർഡിൻ്റെ ഉള്ളിൽ എന്താണോ അതന്നെയാണ് അവിടെയും, അതന്നെയാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഇവിടുന്ന് സജനക്ക് അറിയാലോ എനിക്ക് പ്ലേറ്റ്ലെറ്റ് കയറാൻ കുറച്ച് പ്രയാസം, പ്ലേറ്റ്ലെറ്റ് കയറ്റും കൗണ്ടും ഇതൊക്കെ കുറയുന്ന സമയത്ത്. അപ്പോൾ എൻ്റെ ശരീരത്തിൽ പെട്ടെന്ന് പിടിച്ചു കിട്ടില്ല. അപ്പോൾ അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേമാതിരി തന്നെ ആയിരിക്കും ചിലപ്പോൾ അവിടെ ഒന്നും അത് തന്നെ ആയിരിക്കും. അപ്പോൾ സച്ചിനെ പേടിക്കൊന്നും വേണ്ട, ഇവിടുന്ന് എന്തൊക്കെ സംഭവിച്ചാൽ അതേമാതിരി തന്നെ ആയിരിക്കും അവിടെ നിന്ന് ഉണ്ടാവില്ല. അപ്പം പിന്നെ ബ്ലഡും കൗണ്ടൊക്കെ കൂടാൻ കുറച്ച് സമയം എടുക്കും എനിക്ക്. അപ്പോൾ അതേമാതിരി തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ച് അങ്ങോട്ട് പോയാൽ മതി. ഇവിടുത്തെ എന്തൊക്കെ നടക്കുന്നത് അതേമാതിരി തന്നെ, കീമോ ചെയ്യുന്ന അതേമാതിരി തന്നെ മജി മാറ്റൽ, ബ്ലഡ് ഇങ്ങനെ കയറ്റലാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് ഡോക്ടേഴ്സ് വരെ എന്നോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഞാൻ വേറെ എന്തെങ്കിലും അസുഖത്തിനൊക്കെ പോകുമ്പോൾ ഡോക്ടർമാരൊക്കെ ചോദിക്കും ഇങ്ങനെ ഈ മജ മാറ്റുന്നത് ഒരു അതിൻ്റെ ഇത് അല്ലാത്ത ഇരിക്കും എങ്ങനെയാണ് ഇത് എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം പിന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി അതൊരു മജ മാറ്റുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് മാറ്റുക എന്നുള്ളൊരു എൻ്റെ മനസ്സിലൊക്കെ അങ്ങനെ തന്നെ വിചാരിച്ചത്. അപ്പോൾ അതൊന്നുമല്ല, നമുക്ക് കീമോ ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഗ്ലൂക്കോസൊക്കെ കയറ്റുന്ന അതേ ഒരു മരുന്ന് തന്നെ നമ്മൾ ഇതിൻ്റെ നരമ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റുക അത്ര തന്നെ. അതേപോലെ ഈ മജ്ജ നമ്മൾ ഒരാളെ ശരീരത്തിൽ നിന്നായിരിക്കുമല്ലോ എടുക്കുക. അപ്പം പൊതുവേ നമ്മൾ ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ലിവർ ഒക്കെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ രണ്ടുപേർക്കും ഓപ്പൺ സർജറി വേണം. അതായത് ഡോണർക്കും റെസിപ്പിയന്റിനും ഓപ്പൺ സർജറി വേണം. ഇത് രണ്ടുപേർക്കും അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു ബ്ലഡ് എടുക്കുക കയറ്റുക എന്നുള്ള പറയുന്ന പോലെ തന്നെ അത്രേ ഉള്ളൂ. പക്ഷെ അത് കയറി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് ടാസ്ക്, റിസ്ക് ആയിട്ടുള്ള കാര്യം. അങ്ങനെ വന്നിട്ട് പിന്നെ അത് എന്താ പറയുക അങ്ങനെ മാറ്റി വയ്ക്കാൻ വേണ്ടി കയറി അങ്ങനെ ഫസ്റ്റത്തെ കീമോ ചെയ്ത് ആ കീമോ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കൗണ്ട് വീണ്ടും കൂടണം. ഈ കീമോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെല്ലാം പറ്റ ലോ ആയി പോവും. അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ വീണ്ടും നമ്മുടെ ശരീരത്തിൽ വീണ്ടും കൗണ്ടൊക്കെ കൂടി വന്നിട്ട് വേണം പിന്നെ നമുക്ക് പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ ചെയ്യണേ. എനിക്കാണെങ്കിൽ കൗണ്ട് കൊണ്ട് കൂടണേ കുറച്ച് സമയം പിടിക്കും. അങ്ങനെയൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞ് കൗണ്ട് കൂടിയ പിറ്റേന്ന് എനിക്ക് വേണ്ടത് എനിക്ക് പിറ്റേന്ന് തന്നെ ചെയ്യണം. പിന്നെ ഇത് ചെയ്യണം, കാരണം സമയം ഇങ്ങനെ വൈകുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് ഓരോന്നും ഭയങ്കര പൈസൻ്റെ കാര്യങ്ങളല്ലേ. അപ്പം അത് മാത്രമല്ല അപ്പോൾ ഡോക്ടർ പിന്നെ ഈ ഓർക്കാപ്പുറത്താണല്ലോ ഈ ഒരു കീമോട വരുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇതൊക്കെ ചെയ്ത് പിന്നെ ആണ് പിറ്റേന്ന് അപ്പോഴേക്ക് എനിക്ക് അവിടുന്ന് ചെന്നൈയിൽ നിന്ന് ആ ഇതൊക്കെ അവിടെ വന്നു. അതിൻ്റെ ഇടയിൽ ഡോക്ടർ പറഞ്ഞു പിന്നെ ചെയ്യുന്നത് വെറുതെ ഒന്ന് ചെയ്യുക. അങ്ങനെ എനിക്ക് ഈ അസുഖങ്ങൾ വീണ്ടും വരുന്നു, കീമോ ചെയ്യുന്നു. അപ്പോൾ ഡോക്ടറിന് തന്നെ ഒരു ഇതായി. ഡോക്ടർ പറഞ്ഞ് നമുക്ക് സാധനം കൊണ്ടുവന്ന് വെച്ച് ചെന്നൈയിൽ നിന്ന് സാധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. അപ്പോൾ ഡോക്ടർ എൻ്റെ അനിയനോട് പറഞ്ഞേ നമുക്ക് വെറുതെ ഒന്ന് ചെയ്യണോ, ചെയ്തിട്ട് കാര്യമില്ലയെന്നോ തോന്നുന്നു, അത്രക്കും അയക്കുന്നത് എൻ്റെ അവസ്ഥ അത്രയും അയക്കുന്നത്. ഞാൻ പക്ഷെ അപ്പോഴും അൽഹംദുലില്ലാ ഓക്കെ കേട്ടോ, ഞാൻ സജിന് അപ്പോഴും അവിടെ ഓക്കെയാണ്. എനിക്കറിയുന്നില്ല എൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ അൽഹംദുലില്ലാ ഇത്രത്തോളം ഇവിടെ ഇനി നടക്കുന്ന കാര്യങ്ങളൊന്നും എൻ്റെ ശരീരത്തിന് എൻ്റെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണോ എന്നറിയില്ല. എനിക്കൊരു ബലം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഇവരോട് പറയുന്നുണ്ട് പിന്നെ ചെയ്തിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല, സാധനം കൊണ്ടുപോകുന്ന വെച്ചല്ലേ, അപ്പോൾ അത് ചെയ്യണം അത്ര വരെ ഡോക്ടർ ചോദിച്ചു. അപ്പം എൻ്റെ അനിയൻ പറഞ്ഞു ഏതായാലും ഡോക്ടറെ സാറ് ഏതായാലും കൊണ്ടുവന്ന് വെച്ചല്ലേ, സാറ് ചെയ്ത് നോക്കി, ചെയ്തതിന് ശേഷം എന്തായാലും ഇപ്പം അഥവാ അങ്ങനല്ല മരിച്ചോട്ടെ എന്നല്ല, നിങ്ങൾ ചെയ്ത് നോക്കി എന്തായാലും അതിന് സാരില്ല നിങ്ങൾ ചെയ്ത് നോക്കി എന്ന് പറഞ്ഞാൽ അവനത് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് മജ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് മജ മാറ്റി വെക്കാന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരി അത് ഒരു സെൻട്രൽ ലൈൻ ഇവിടെ ഒരു ലൈനൊക്കെ ഇടലാണ്. അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഒരു പൈപ്പ് ചെറിയൊരു സർജറി, ചെറിയൊരു പൈപ്പ് ഇടലാണ്, വേദന ഒന്നും ഉണ്ടാവില്ല. ഒക്കെ അൽഹംദുലില്ലാ അങ്ങനെ അതൊക്കെ ഇതാക്കി പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇത് ചെയ്യാം, BMT ചെയ്യാം. അപ്പോൾ ഞാൻ ഭയങ്കര ഏതായാലും ആ BMT അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്നുള്ള ഈ പറഞ്ഞ കൗണ്ട് കൊണ്ട് കൂടി കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ, അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ.
അപ്പോൾ ഈ സിസ്റ്റർമാർ അവിടെ ഞങ്ങളൊക്കെ കാണലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ പറഞ്ഞ അമ്മോനാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ കാക്കക്ക് അവിടെ പുറത്തൊരു സ്ക്രീൻ ഉണ്ടാവും, ഉമ്മാക്ക് ഇവിടെ ഉള്ളിലൊരു TV ഉണ്ടാവും. അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ ജസ്റ്റ് ഇവർക്ക് അങ്ങോട്ട് ഒരു വീഡിയോ കോൾ പോലെ അങ്ങനെ ചെയ്യാം. വീഡിയോ കോൾ എല്ലാവരും ക്യാമറ ഇങ്ങനെ കാണാം. ഞങ്ങളെ സംബന്ധിച്ച് ഒരു 4 മണി സമയമാകുമ്പോൾ അവരൊരു ഫോൺ തരും. ആ ഫോൺ ത്രൂ ഞങ്ങൾ വിളിക്കാം. പിന്നെ ഒരു മൊമെന്റ് തോന്നുമ്പോൾ പറയാം എനിക്ക് ഭ്രാന്ത് ഇളകാൻ തുടങ്ങുന്നുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ഫോൺ വേണം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യലായിട്ട് കൺസിഡർ ചെയ്ത് അവർ ഫോൺ പിന്നെ കൊടുക്കുക ചെയ്തത്. യൂഷ്വലി അങ്ങനെ എനിക്ക് അവിടെ അങ്ങനെ നിന്നിട്ട് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. സിസ്റ്റർമാരോടൊക്കെ എപ്പോഴും ചിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാൻ ഭയങ്കര ടെൻഷനായപ്പോൾ സിസ്റ്റർമാർ എന്താ സജന എന്താ ചിരിക്കാതെ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോണില്ലാണ്ട് കഴിയില്ല, എനിക്ക് ഫോണിൽ ഒരുപാട് എന്തൊക്കെ എനിക്ക് പറഞ്ഞ മാതിരി ഞാൻ ഓരോ ദിക്കറുകളും ഇതൊക്കെ ചെല്ലുന്നതും പിന്നെ അതുമല്ല ഇവരായിട്ട് ഫോൺ വിളിക്കാൻ എനിക്ക് ഫോണുണ്ട്. എന്നാലും എനിക്ക് ഈ TV ഇങ്ങനെ കാണുമ്പോൾ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ ഈ മരിക്കാൻ കിടക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് TV ഒക്കെ കണ്ടിട്ട് എനിക്ക് പഠിച്ചോ നരകം തരും, ഇപ്പോഴും നരകം തരുമെന്ന് പഠിച്ചാൽ റബ്ബ് കാക്കട്ടെ, അങ്ങനല്ല. അപ്പോൾ ആ ഒരു പേടി, എനിക്ക് സിനിമ കാണാനൊക്കെ ഒരു പേടി ആ ഒരു സമയത്ത്. അപ്പോൾ ഇവർ സിസ്റ്റർമാരൊക്കെ വന്നിട്ട് പറയും സജന പാട്ടിട്ട് കേൾക്കും മൈൻഡൊന്നും ശരിയായിക്കോളും എന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് പാട്ട് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ കൂടും, അതുകൊണ്ട് കേൾക്കാൻ കഴിയില്ല. പിന്നെ സിനിമ അങ്ങനത്തെ ഒന്നും ഞാൻ കാണില്ല. പിന്നെ ഞാൻ കണ്ടിരുന്നത് മറ്റേ ഒരു യാത്ര പോണ ഒരു സഫാരി. അതാ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ബോറടിക്കുമ്പോൾ ഞാൻ കാണല്. അത് ഇപ്പം എനിക്ക് ആ സഫാരീൻ്റെ ആ ഒരു വർത്താനം കേൾക്കുമ്പോൾ എനിക്ക് ആ BMW ഭയങ്കര നെഗറ്റീവായിട്ട് ഇപ്പോൾ തോന്നല് എൻ്റെ മനസ്സിൽ. അന്ന് എനിക്കതൊരു പോസിറ്റീവ്. ഞാനതങ്ങനെ വെറുതെ എന്നാലും എൻ്റെ മനസ്സ് എങ്ങോട്ടൊക്കെ പോകും, എന്നാലും കുറച്ചൊരു കാണല്, ഒരു യാത്ര പോണ ആ ഒരു വീഡിയോ ഇങ്ങനെ സഫാരി ആ വീഡിയോ ഇങ്ങനെ കാണും, അങ്ങനെ ഇരുന്ന് കാണും. അങ്ങനെ അതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ BMT ചെയ്തു.